ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്, BJP വക്താവ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പം BJPയെ സംബന്ധിച്ച് ആദ്യം തന്നെ BJP ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തൊരു ഇലക്ഷനായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ. കാരണം BJPയുടെ ഇതുവരെയുള്ള എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും ഇതേവരെ BJP എടുത്തിട്ടുള്ള എല്ലാം വിഭിന്നമായിട്ടുള്ളൊരു നീക്കമായിരുന്നു നിലമ്പൂരിൽ കണ്ടത്. എന്തുകൊണ്ടായിരുന്നു BJP അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? BJPയുടെ നിലപാട് യഥാർത്ഥത്തിൽ ഇത് തന്നെയായിരുന്നു. അന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഈ ഒരു ഇലക്ഷൻ്റെ ആവശ്യമില്ല, ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം കേരള രാഷ്ട്രീയത്തിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രതിപക്ഷം പ്രതിപക്ഷമായിട്ടും ഭരണപക്ഷമായിട്ടും തുടരും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കേണ്ട കാര്യം പോലുമില്ല ആരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വന്നത് ഈ ഒരു ഇലക്ഷൻ BJP മത്സരിക്കേണ്ടതില്ല എന്ന് വാർത്തയിൽ വന്നു. അത്രയേ ഉള്ളൂ കാര്യം. അതിനുശേഷം പിന്നെ BDJS മത്സരിക്കുമോ, അതല്ലെങ്കിൽ BJP തന്നെയാണോ, മറ്റാരെങ്കിലും പുതുമുഖമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വന്നു. ഏതായാലും കൃത്യമായിട്ട് കൃത്യസമയത്ത് സ്ഥാനാർത്ഥി വരികയും ചെയ്തു. അത് താമര ചിഹ്നത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ BJP ആദ്യം തന്നെ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP ഒളിച്ചോടുകയല്ലായിരുന്നു. അതായത് ഞങ്ങൾ തോൽക്കും, നിലമ്പൂർ ഞങ്ങൾക്ക് ഒരു സ്കോപ്പുമില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു അവിടെ കണ്ടത്. പൊതുവേ എല്ലാവരും അങ്ങനെയാണ് ധരിക്കുക. BJP ജയിക്കുകയല്ലോ, തോൽക്കുകയല്ലേ ഉള്ളൂ. ഇത് തന്നെയാണല്ലോ തൃശ്ശൂരും ഉണ്ടായത്. BJP എന്തിനാണ് മത്സരിക്കുന്നത്? സുരേഷ് ഗോപി 1-2 തവണ മത്സരിച്ച് തോറ്റതല്ലേ, അപ്പോൾ തോൽക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ. ഏതായാലും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് BJP അന്നും വിചാരിച്ചു. പക്ഷേ ചെയ്യേണ്ട വർക്ക് ചെയ്തു, അവസാനം വിജയിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇനി BJPയുടെ നീക്കങ്ങൾ എന്താണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലായിരിക്കും പോകുന്നത്. നിലമ്പൂരും അത് തന്നെയായിരിക്കും സംഭവിക്കുക. അല്ല, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോൺ ജോർജിനെ പോലുള്ള ആളുകളുടെ പേരുകൾ BJP, അത്ര ശക്തരായിട്ടുള്ള പ്രതിനിധികളുടെ പേരുകൾ BJP പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആരും അറിയാത്ത ഒരാളെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത്? അതാണ് BJPയുടെ സ്ട്രാറ്റജി. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഷോൺ ജോർജ് എവിടെ മത്സരിക്കണം എന്നുള്ളത് ഷോൺ ജോർജിനും അറിയാം, BJPക്കും അറിയാം. ഓരോ സ്ഥാനാർത്ഥിക്കും അവരവരുടേതായ തട്ടകങ്ങൾ ഉണ്ട്. ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ഒരുതരം കുടുംബ രാഷ്ട്രീയമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തറവാടുകളിൽ നിന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയം, ആര്യാടൻ മുഹമ്മദിൻ്റെ വീട്ടിൽ നിന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമാണിപ്പോൾ നിലമ്പൂരൊക്കെ കുറേ കാലമായി കണ്ടുകൊണ്ടിരുന്നത്. അത് ശരിക്കും അങ്ങനെ തന്നെ ആക്കി തീർത്ത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളാണ്. അതിനൊരു മാറ്റം വരണം എന്നാണ് ഇപ്പോൾ നിലമ്പൂർ പോലും ആഗ്രഹിക്കുന്നത്. അൻവറിൻ്റെ ഫാക്ടറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിലമ്പൂർ എന്ന് പറയുന്ന അവിടെ കുടിയേറ്റ കർഷകർ ധാരാളമുണ്ട്, കാർഷിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഇതിനെയൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. പൊതുവേ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ പഞ്ചായത്താണെങ്കിലും പാർലമെൻ്റ് ആണെങ്കിലും ഇവിടെ നടക്കുന്ന ചർച്ച എന്താ? അത് പാലസ്തീനെക്കുറിച്ചോ ഇസ്രായേലിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഹമാസിനെക്കുറിച്ചോ ഗാസയെക്കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത്. പാർലമെൻ്റ് ആണെങ്കിലും അതിൽ നിന്ന് മാറിയിട്ട് വികസനം എന്നൊരൊറ്റ അജണ്ട മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇപ്പോൾ BJP അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ തോക്കുസ്വാമി ഭദ്രാനന്ദ സ്വാമി. അദ്ദേഹം വളരെ വലിയ രീതിയിലാണ് BJP കടന്നാക്രമിക്കുന്നത്. കാരണം ഹിന്ദു മഹാസഭ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ട്? അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയത്തില്ല. സുരേഷ് ഗോപിക്കും നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനും രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. സുരേഷ് ഗോപിക്കാണെങ്കിൽ പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ മസിൽ പിടിപ്പിക്കാനും മാധ്യമങ്ങളെക്കെതിരെ ആക്രോശിക്കാനും മാത്രമേ സുരേഷ് ഗോപിക്ക് അറിയൂ. അദ്ദേഹത്തിന് രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മുടെ തോക്കുസ്വാമി പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരവേദി മാത്രമല്ല, മറ്റ് പലർക്കും അവിടെ റോളുണ്ട്. ഇപ്പം ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മൈക്ക് സെറ്റുകാർക്ക് ഒരു റോളുണ്ട്, വാഹനങ്ങൾക്ക്, പോസ്റ്റർ അടിക്കുന്നവർക്ക്, മീഡിയയ്ക്ക് എല്ലാം നല്ല റോളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നാൽ തിളങ്ങാം എന്ന് ചിലർക്കറിയാം. അപ്പോൾ അവിടെ ചാടി വീഴുക, ഒരു വിവാദം ഉണ്ടാക്കുക, 4 പ്രസ്താവനയൊക്കെ പറയും, എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. കുറേ കാലമായിട്ട് ഈ തോക്കുസ്വാമിയെ കേൾക്കാനില്ലായിരുന്നു. ഇപ്പം തോക്കുസ്വാമിക്ക് തോന്നി ഇപ്പോൾ ഒന്ന് ഇറങ്ങിയാൽ 10 പേരെന്നെ ശ്രദ്ധിക്കും. അപ്പോൾ അതിനെന്ത് വേണം? അതിനാരെയും കടന്നാക്രമിക്കണം, അപ്പോൾ വിവാദം ഉണ്ടാവും. അതോടുകൂടി തോക്കുസ്വാമി അറിയപ്പെട്ടില്ലേ? അത്രയേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമുള്ളൂ. അതൊക്കെ ചെയ്ത് അദ്ദേഹം അങ്ങ് പോയിക്കോട്ടെ, അത്രയേ ഉള്ളൂ.
പക്ഷെ അദ്ദേഹം പറഞ്ഞ പോയിന്റുകളുണ്ട്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയത്തില്ല, നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയം അറിയത്തില്ല. അങ്ങനെ പറയുമ്പോൾ അത് BJPക്ക് തന്നെ അതൊരു കുറച്ചിലായിട്ട് വരത്തില്ലേ? അല്ല, സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയത്തില്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജയിച്ചു, മന്ത്രിയായി. ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ പറയുന്നവരെ നോക്കി ആൾക്കാർ ചിരിക്കും, അത്രയേ ഉള്ളൂ. അല്ല, നിലമ്പൂരിൽ ഇപ്പോൾ ഉള്ള സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് BJP അവിടെ ഒരു എങ്ങുമില്ലാത്ത സാഹചര്യത്തിലല്ലേ കടന്നു പോയിക്കൊണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UDF, LDF, PV അൻവർ, ഈ 3 പേരുകൾ മാത്രമേ ഉള്ളൂ. അവിടെ BJP അപ്രസക്തമായി പോയിരിക്കുകയാണ്. അപ്പം BJPക്ക് ഒരു നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നും വരാനില്ല. ഇനി വരാൻ പോകുന്ന ഫൈനലിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനലായിട്ടാണ് ഈ നിലമ്പൂർ ഇലക്ഷനെ കാണുന്നത്. കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ചിത്രത്തിൽ പോലും ഇല്ലാതെ മാഞ്ഞു പോവുകയല്ലേ? ഇതായിരുന്നല്ലോ ഇന്ത്യയിൽ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്. BJP വരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതാണല്ലോ കേട്ടുകൊണ്ടിരുന്നത്. ത്രിപുരയിൽ 1.5% വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP ഒന്നുമില്ലായിരുന്നു. അവിടുന്ന് ത്രിപുരയുടെ ഭരണം പിടിച്ചില്ലേ. പശ്ചിമ ബംഗാളിൽ 77 സീറ്റ് അവിടെ എത്തിയില്ലേ. 18 പാർലമെൻറ്റ് സീറ്റ് പശ്ചിമ ബംഗാളിൽ പിടിച്ചില്ലേ. അപ്പോഴും അന്ന് നടന്ന ചർച്ച എന്താ? BJPക്ക് ഇവിടെ എന്ത് ചെയ്യാനാണ്? BJPക്ക് ഇവിടെ ബേസില്ല, സാധ്യതയില്ല, ചർച്ചയിൽ പോലും ഇല്ല, ചിത്രത്തിലില്ല. അവിടെയാണ് BJP ഈ മുന്നേറ്റമെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. BJPയെ എഴുതിത്തള്ളും തോറും, BJPയെ അപ്രസക്തമാക്കാൻ ശ്രമിക്കും തോറും BJP കൂടുതൽ പ്രസക്തമാകും. കാരണം കേരളത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം വിലയിരുത്തുന്നവർക്ക് മാത്രം അറിയാൻ പറ്റും. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് BJP വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല വിഭാഗങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ BJPയിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവിടെ ഇലക്ഷൻ വരുമ്പോൾ പള്ളി പൊളിക്കുന്നു, പള്ളിക്കിട്ട് കല്ലെറിയുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കുറേ വാർത്തകളുണ്ടാക്കും. ഈ വാർത്തകൾ വരുംതോറും ക്രിസ്ത്യാനികൾ BJPയെ കൂടുതൽ ശ്രദ്ധിക്കും. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള 4 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഈ 4 സംസ്ഥാനവും ഭരിക്കുന്നത് BJPയാണ്. പിന്നെ ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ. അവിടെ തുടർച്ചയായി 3 തവണയായി BJPയാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ മണ്ടന്മാരും വിഡ്ഢികളും വിവരമില്ലാത്തവരും അക്ഷരാഭ്യാസം ഇല്ലാത്തവരും ആണോ? ഒന്നുമല്ല. ലിറ്ററസി റേറ്റിൽ നമ്മളെക്കാളൊക്കെ മുകളിലാണ്. അപ്പോൾ സത്യത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെയാണ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെയാണ് കേരള മീഡിയ മറച്ചു വയ്ക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാതെ? ഈ ഒരൊറ്റ പോയിൻറ്റ്, ഞാനിപ്പോൾ പറഞ്ഞൊരൊറ്റ പോയിൻറ്റ്, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും തുടർച്ചയായി BJP ഭരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചർച്ച എന്താ കേരള മീഡിയ ചെയ്യാത്തത്? അത് വലിയൊരു ചോദ്യമല്ലേ? അല്ല, അങ്ങനെ ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂരിൽ വരുന്ന ഒരു 10,000 വോട്ടുണ്ട് BJPയുടെ. ഈ വോട്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് CPMലേക്ക് പോകുമെന്നാണ് പല ആളുകളും പറയുന്നത്. അത് ശരിയാണോ? നിലമ്പൂരിലെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടെ ചേർന്നാൽ അവിടെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഒരു 30% വോട്ട്, 25 മുതൽ മുകളിലേക്ക് ശതമാനം വോട്ട് വന്നാൽ അത് മുസ്ലിം വോട്ടാണെന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 25 മുകളിൽ മുസ്ലിം വോട്ട് വന്നാൽ അത് മുസ്ലിം മണ്ഡലമാണെന്ന് എഴുതിത്തള്ളുകയും അത് മുസ്ലിങ്ങൾക്ക് മാത്രം കുത്തകയായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ പഠിപ്പിച്ചു. അത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ പഠിപ്പിച്ചു. അത് വെച്ചിട്ടാണ് ഈ വിലയിരുത്തലൊക്കെ നടത്തുന്നത്. പക്ഷേ ആ പൊളിറ്റിക്സ് മാറി. കേരള പൊളിറ്റിക്സിൽ കേരളത്തിൻ്റെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയ സ്വിംഗ് ഉണ്ടാവും. അതായത് വിമോചന സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഒരു യൂണിറ്റി ഉണ്ടായി. അങ്ങനെയാണ് ഈ CPMനെ അന്ന് CPM ഇല്ല, CPI അധികാരത്തിന് പുറത്താകുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു അധികാരമാറ്റം കേരളത്തിൽ വരാനുള്ള സാഹചര്യം ഇന്നത്തെ ഹൈന്ദവ ക്രൈസ്തവ വോട്ടിൻ്റെ ആ ഒരു പോളറേഷൻ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിലമ്പൂരിൽ ഒരു തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രവചനങ്ങളും തെറ്റും. അല്ല, ആളുകൾ ഏറ്റവും കൂടുതലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ BJPയും CPMുമായിട്ട് കൃത്യമായിട്ടൊരു അലയൻസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ BJP ഒരു മോശം കാൻഡിഡേറ്റിനെ അവിടെ പ്ലേസ് ചെയ്തതെന്നാണ് കോൺഗ്രസ് വരെയുള്ള ആളുകൾ പറയുന്നത്. അത് എങ്ങനെയാണ് ശരിയാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവർ പറയട്ടെ, ഏത് സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തേണ്ടിയിരുന്നത്? നിലമ്പൂരിൽ ആപ്റ്റായിട്ടുള്ള BJP സ്ഥാനാർത്ഥി ആരായിരുന്നു? ഇവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് സ്ഥിരം പല്ലവിയാണ്. ചെകുത്താനും ദൈവവും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നുള്ള പോലെ ഒരു പറച്ചിലാണ്. അത് പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാണ്? വേറെ ഒന്നും പറയാനില്ല. അല്ല, ഇത് സാധാരണ BJP പ്രവർത്തകർക്ക് പോലും അറിയാത്ത ഒരാളായിട്ട് മാറിയ ഒരാളെ
എടുത്തു വെക്കുമ്പോൾ സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ ഒരു ചോദ്യം വരത്തില്ലേ, ആരാണ് ഇയാൾ എന്നൊരു ചോദ്യം വരത്തില്ലേ? വരും വരും വരും. അതിന് കാരണം പറയാം. അതായത് ഇന്ന് ഇന്ത്യയിൽ BJPയുടെ MLA മാരെ MP മാരെ എടുത്താൽ അതിൽ 60% പേര് മുൻ കോൺഗ്രസ്സുകാരാണ്. അതുപോലെ തന്നെ CPIMൻ്റെ 24 MLA മാർ, മുൻ MLA മാർ ഇന്ന് BJP നേതാക്കളാണ്. പലരും ഇന്ന് BJP MP മാർ പോലുമാണ്. അപ്പോൾ ഈ പോഷക നദികളാണ് കോൺഗ്രസും CPM-ഉം BJP എന്ന് പറയുന്ന ഗംഗയുടെ പോഷക നദികളാണ്. അതിലേക്ക് ഒഴുകി ചേരാനുള്ളവരാണ് ഇവർ രണ്ടുപേരും, ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാർ വരുന്നതാണ് ഒരു പാർട്ടിയുടെ വളർച്ച. അങ്ങനെ ഇന്ത്യയിൽ വളരുന്ന ഒരൊറ്റ പാർട്ടിയുള്ളത് BJP-യാണ്. ബാക്കിയുള്ളവരെല്ലാം ശോഷിച്ച് വന്നുകൊണ്ടിരിക്കുക. BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാർ വരിക എന്ന് പറയുന്നത് വളർച്ചയുടെ ലക്ഷണമാണ്. ആ വളർച്ചയുടെ ലക്ഷണമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് BJPയുടെ ഓരോ പ്രവർത്തകരും. എന്താണെങ്കിലും നിലമ്പൂരിൽ ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. തീർച്ചയായും.